സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ നമ്മളെയും ഒരുപാട് പേര് ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും തോന്നാറില്ലേ, നമ്മളോട് ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നവരെ, സ്നേഹിക്കുന്നവരെ ഒന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനു വേണ്ടി കപട സ്നേഹത്തോടെ നമ്മെ സമീപിക്കുന്നവരും ഇതിലുണ്ടാകാം. അവരുടെ സംസാരത്തിൽ, അവരുടെ നമ്മോടുള്ള പെരുമാറ്റം കണ്ട് നമ്മൾ കണ്ണടച്ച് അവരെ വിശ്വസിക്കാറുണ്ട്. കുറേ കഴിഞ്ഞായിരിക്കും മനസ്സിലാവുക അവർ നമ്മളെ ചതിക്കുകയായിരുന്നു എന്ന്. നിങ്ങളെ ആത്മാർത്ഥമായി ഏറ്റവും സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാനുള്ള, കണ്ടുപിടിക്കാനുള്ള 10 വഴികളുണ്ട്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയ സുഹൃത്തുക്കളുമായി വീഡിയോ ഇപ്പോൾ തന്നെ പങ്കുവയ്ക്കുക. നമ്പർ 1. എപ്പോഴും നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കുന്നവർ. അവരുടെ സങ്കടവും സന്തോഷവും എല്ലാം ഓടിയെത്തി ആദ്യം പങ്കുവയ്ക്കുന്നത് നിങ്ങളോടായിരിക്കും. മറ്റുള്ള മനുഷ്യരെ കേട്ടിരിക്കുക എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് ഇടയിലേക്ക് ഓടിയെത്തുമ്പോൾ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ സഹായവും അതുതന്നെയാണ്. അവരുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു കയറി അഭിപ്രായം പറയാതെ, അനാവശ്യ മോട്ടിവേഷനുകൾ കൊടുക്കാതെ വെറുതെ അവരെ കേട്ടിരിക്കുക. എത്ര വലിയ ആളായാലും ഉള്ളിലുള്ളതെല്ലാം ഇറക്കി വെച്ച് ഒന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ചേരുന്ന അവരെ ഒരു പുഞ്ചിരിയോടെ കേട്ടിരിക്കുക. പറ്റുമെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക. അവർ പറയട്ടെ, പറഞ്ഞു കഴിയട്ടെ, നമുക്ക് കേൾക്കാം. നമ്പർ 2. നമ്മളോട് ഒരുപാട് ഇഷ്ടമുള്ളവരാണ് ഇക്കൂട്ടർ. നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു മുഹൂർത്തങ്ങൾ ഓർത്തു വെച്ച് നമ്മളോട് ചേർന്നിരുന്ന് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മൾ പറയാതെ തന്നെ നമ്മളെ ഒബ്സർവ് ചെയ്ത് പെരുമാറുന്നവർ. നമ്മുടെ നിസാരമായ വാക്കുകൾ പോലും അവരെ വേദനിപ്പിക്കും. അവരുടെ കണ്ണ് നിറയും. അവരുടെ ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങൾ നമ്മൾ മറന്നു പോവുകയോ ചെയ്താൽ അവർ മനസ്സറിഞ്ഞ് വേദനിക്കും. അവരുടെ സങ്കടം അവർ നമ്മളോട് പെരുമാറ്റത്തിലൂടെ പ്രകടമാക്കും. നമുക്കത് അവരുടെ പെട്ടെന്നുണ്ടാകുന്ന ഇമോഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇക്കൂട്ടരും അവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ്. നമ്പർ 3. നമ്മൾ എന്താണോ അതുപോലെ തന്നെ മിറർ ചെയ്ത് പ്രവർത്തിക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന പോലെയുള്ള പ്രവൃത്തികൾ അവർ ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ ബ്രാൻഡ് വാച്ച് ഉപയോഗിക്കുക. നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന പൗഡർ, ക്രീം ഇവയെല്ലാം വാങ്ങി ഉപയോഗിക്കുകയും അതിൻ്റെ സ്മെല്ല് എപ്പോഴൊക്കെ ഫീൽ ചെയ്യുമ്പോഴും നമ്മളെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നവർ. നമ്പർ 4. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ചില ആളുകൾ പറയാറില്ലേ, കുറച്ചു ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ എന്തോ നിന്നെ ഓർക്കുമ്പോൾ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഫീൽ. എന്തോ നിന്നെ കണ്ടെത്തി അത് പറയാതെ മനസ്സിന് ഒരു സുഖവുമില്ല. നിന്നെ ഒന്ന് കണ്ടപ്പോഴാണ് സമാധാനമായത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം അവരുടെ മനസ്സിൽ അവർ സൂക്ഷിക്കുന്നുണ്ട്. അവർ എപ്പോഴും നിങ്ങളെ വിളിച്ച് സംസാരിക്കണം എന്നില്ല. എന്നിരുന്നാലും അവരുമായുള്ള കുറച്ചു നിമിഷം നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. നമ്പർ 5. നമ്മൾ ഒരാവശ്യം ആരോടെങ്കിലും പറയുന്ന സമയത്ത് സമയവും കാലവും പണവും ഒന്നും നോക്കാതെ നമ്മുടെ അടുക്കലേക്ക് ഓടിയെത്തുകയും എല്ലാ സഹായവും നമ്മിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ മുന്നിൽ വന്ന് ചെയ്തിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരം ആളുകൾ നമ്മളോട് യഥാർത്ഥ സ്നേഹമുള്ള വ്യക്തിയാണ്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കായി മാത്രം ഒരു വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്പർ 6. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിർണായക നിമിഷത്തിൽ അഭിപ്രായങ്ങൾ ചോദിക്കാൻ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നു എങ്കിൽ നിങ്ങളിൽ നിന്നുള്ള ഓരോ വാക്കുകളും, നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങളും ഒക്കെ
പറയുന്നതൊക്കെ അവർ ആത്മാർത്ഥതയോടെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. നിങ്ങളുടെ വാക്കുകളിലും നിങ്ങളുടെ പ്രസൻസിലും അവർ എന്തെന്നില്ലാത്ത ഒരു വൈബ് അവർ ആസ്വദിക്കുന്നു. നമ്പർ 7, പ്രത്യേകിച്ച് ഒരു വിഷയവും ഒന്നുമില്ലെങ്കിലും ഒരു ടോപ്പിക്കൊക്കെ കണ്ടെത്തി സംസാരിക്കാൻ തുടങ്ങും. ഒരുപാട് നേരം അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ ചിന്തകളും ഇഷ്ടങ്ങളും വിഷമങ്ങളും അവർ മനസ്സ് തുറന്ന് ഒന്നും ഒളിപ്പിച്ചു വയ്ക്കാതെ സംസാരിക്കാൻ തുടങ്ങും. ഇതിൻ്റെ അർത്ഥം അവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നിങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ്. നമ്പർ 8, നമ്മുടെ വളർച്ചയിലും നമ്മുടെ തളർച്ചയിലും എത്ര ചെറിയ കാര്യങ്ങൾ പോലും ചോദിക്കാനായി സമയം കണ്ടെത്തുന്നവർ. എപ്പോഴും നമ്മുടെ ഓരോ വളർച്ചയും വളരെ അഭിമാനത്തോടെ നോക്കിക്കാണുന്നവരാണ് ഇവർ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കുകയും നമ്മുടെ ഓരോ കാര്യങ്ങളിലും അവരുടേതായ നിർദ്ദേശങ്ങൾ, എല്ലാവിധ സപ്പോർട്ടും മനസ്സറിഞ്ഞ് നൽകുന്നവരാണ് ഇവർ. നമ്പർ 9, ബോഡി ലാംഗ്വേജ്. കുറേ ആളുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എന്ന് കരുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് എന്ന് കരുതുക. നമ്മളെ കാണുമ്പോൾ അവരൊക്കെ ചിരിക്കാറുണ്ട്. അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. കണ്ണിൽ നല്ല തിളക്കമുണ്ടായിരിക്കും. അവരുടെ കണ്ണിനകത്ത് ഒരു പ്രകാശമുണ്ട് എന്ന് തോന്നിയാൽ മനസ്സിലാക്കുക അവർ അത്രയും സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നമ്മെ നോക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ഫീൽ ലഭിക്കുന്നത്. ഇക്കൂട്ടർ സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നു. നമ്പർ 10, നമ്മളിങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചടങ്ങായിരിക്കാം. നമ്മുടെ അടുത്തേക്ക് കൂടുതൽ ചാഞ്ഞ് നമ്മളിലേക്ക് മാത്രമായി കൂടുതൽ ശ്രദ്ധ കൊടുത്ത് കൂടുതൽ കെയർ മറ്റുള്ളവരെക്കാൾ നമുക്ക് നൽകുന്ന ഇക്കൂട്ടർ നമ്മുടെ സാന്നിധ്യം ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ ഉള്ളിൽ നമുക്കായി മാത്രം ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിലേക്ക് ചാഞ്ഞ് നമ്മുടെ അറ്റൻഷൻ കിട്ടാനായി ആഗ്രഹിക്കുന്നത്. സുഹൃത്തെ, നിങ്ങളെ ആത്മാർത്ഥമായി ഏറ്റവും സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാനുള്ള, കണ്ടുപിടിക്കാനുള്ള 10 വഴികൾ മനസ്സിലാക്കിയല്ലോ. ഇതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയും ഇല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് നിങ്ങളുടെ